ധർമ്മടത്തിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലേക്ക്. അവിടെ അസിത സഹീർ ചേരുന്നു. അസിത, എന്താണ് അവിടെ, ചൂടാണോ? സുഹൈൽ, തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ധർമ്മടം മണ്ഡലത്തിലാണ്. എല്ലാവരും ഏറ്റവും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലം ധർമ്മടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ ആവേശമാണ്. മുഖ്യമന്ത്രി നയിക്കുന്ന റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവേശപൂർവ്വമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ മണ്ഡലത്തിൽ നടത്തിയത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി വളരെ സജീവമായി തന്നെ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നാളെ കൊട്ടിക്കലാശത്തിന്റെ വലിയ ആവേശത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നയിക്കുന്ന റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കുന്നത്. പെരളശ്ശേരി മുതൽ പിണറായി വരെയാണ് 9 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ഈ നിലയിൽ ഒരു റോഡ് ഷോയാണ് മണ്ഡലത്തിലേക്ക് എത്തിയത്. അന്ന് മട്ടന്നൂർ മുതൽ പിണറായി വരെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റോഡ് ഷോ നടന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസത്തിന് തൊട്ടു മുൻപ് വീണ്ടും സമാനമായ നിലയിൽ വമ്പൻ ആൾക്കൂട്ടത്തെ അണിനിരത്തിയുള്ള റോഡ് ഷോ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നുമായി 25ഓളം പര്യടനങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തത്. അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ റോഡ് ഷോയിലേക്ക് മാറുന്നത്. നമുക്ക് CM-നെ കാണാം. മുഖ്യമന്ത്രി വരുന്നുണ്ട്. ഈ റോഡ് ഷോയിലേക്ക് മുഖ്യമന്ത്രി വരുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ ആവേശം അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ നൽകിയാണ് മുഖ്യമന്ത്രി, കേരളത്തിന്റെ ക്യാപ്റ്റൻ, ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുക കൂടി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി എത്തുന്നത് നമുക്ക് തത്സമയം ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. പ്രവർത്തകർക്ക് വലിയ ആവേശമായാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മണ്ഡലത്തിലേക്ക്, ഈ റോഡ് ഷോയിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അദ്ദേഹം മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നലെ മെനിഞ്ഞാന്നുമായി 25 പര്യടനങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ ഒരു വലിയ റോഡ് ഷോ ആണ്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നാളെയാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. അതിന് മുന്നോടിയായുള്ള റോഡ് ഷോ. അതിൽ പരമാവധി ആളുകൾ ഇതിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി, ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സർക്കാർ നമുക്കറിയാവുന്നത് പോലെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് കൃത്യമായി നടപ്പിലാക്കുകയും അതിനനുസൃതമായി ഓരോ വർഷവും പ്രോഗ്രസ് കാർഡ് ഇറക്കുകയും ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി, ഏതൊക്കെയാണ് ബാക്കിയുള്ളത് എന്ന നിലയിൽ പ്രോഗ്രസ് കാർഡുകൾ ഇറക്കി ജനങ്ങളെ അത് നേരിട്ട് അറിയിക്കുന്ന സർക്കാർ കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ പ്രോഗ്രസ് കാർഡ് ഇന്നാണ് പുറത്തിറക്കിയത്. 97% വാഗ്ദാനങ്ങളും നിറവേറ്റിയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്ന വലിയ ആത്മവിശ്വാസം LDF-നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ LDF-നെ നയിച്ച, ഈ നാടിനെ നയിച്ച, കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നയിക്കുന്ന റോഡ് ഷോയാണ് ഇപ്പോൾ ധർമ്മടത്ത് നിന്നും ആരംഭിക്കാനായി ഒരുങ്ങുന്നത്. അദ്ദേഹം അതിലേക്ക് എത്തിയിട്ടുണ്ട്. റോഡ് ഷോയുടെ ആ വാഹനത്തിലേക്ക്, തുറന്ന വാഹനത്തിലേക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 9 കേന്ദ്രങ്ങളിലാണ് ഈ റോഡ് ഷോയ്ക്ക് ഇന്ന് സ്വീകരണമുള്ളത്. അത് പെരളശ്ശേരിയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. പിണറായിൽ അവസാനിക്കുന്ന നിലയിലാണ് ഈ റോഡ് ഷോ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഈ റോഡ് ഷോയിലേക്ക്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആ വാഹനത്തിലേക്ക് കയറിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തുറന്ന വാഹനത്തിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടി ഏറ്റവും പ്രധാനമാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തിയാക്കി ജനങ്ങളെ അഭിമുഖീകരിക്കാനായി ഒരുങ്ങുന്നു എന്നുള്ള വലിയ ആത്മവിശ്വാസം കൂടി ഇടതുമുന്നണിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോകാൻ ശ്രമിച്ചു നോക്കാം. വലിയ തിരക്കാണ്. അത് എത്ര സാധിക്കും എന്നുള്ളത് അറിയില്ല. CM ഓക്കെ, എന്താ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. വാഹനം ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. പര്യടനം ഇപ്പോൾ ആരംഭിക്കുകയാണ്. പിരളശ്ശേരിയിൽ നിന്നുമാണ് ഇപ്പോൾ വാഹനം ഈ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. ഇത് പിണറായി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പര്യടനമാണ്. ഇതിൽ 9 കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ ഇടയ്ക്ക് സ്വീകരണം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസം LDF സർക്കാരിൻ്റെ മൂന്നാം തുടർച്ചയാണ് LDF എല്ലാ പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനാവേശമായി, അതിൻ്റെ വലിയ ആവേശം കൂടി നൽകുന്നതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നയിക്കുന്ന റോഡ് ഷോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ആൾക്കൂട്ടം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കിടയിലേക്ക് വലിയ ആവേശമായി കൂടിയാണ് മുഖ്യമന്ത്രി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ നയിക്കുന്ന LDF-ന്റെ ക്യാപ്റ്റൻ കൂടിയാണ്, കേരളത്തിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ നിലയിൽ അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം എത്തുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂർ കേന്ദ്രീകരിച്ച് തന്നെ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഈ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. എന്തായാലും CPI-ന്റെ ഉറച്ച കോട്ടയാണ് ധർമ്മടം എന്നുള്ളത് കൂടിയാണ് പ്രത്യേകത. കഴിഞ്ഞ 3 ടേമുകളായി ഈ മണ്ഡലത്തെ നയിക്കുന്നതും ക്യാപ്റ്റൻ കൂടിയായ പിണറായി വിജയൻ തന്നെയാണ്. ഇത്തവണയും അതിന് ഒരു കോട്ടവും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു രാഷ്ട്രീയ കൗതുകമുള്ളത് എന്നുള്ളതാണ് പൊതുവിൽ പ്രവർത്തകരൊക്കെ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ വലിയ ആവേശം പ്രവർത്തകർക്ക് ഒക്കെ നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി നയിക്കുന്ന റോഡ് ഷോ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ നമ്മൾ കണ്ടതാണ്, അന്ന് മണ്ഡലത്തിലേക്ക് എത്തിയ മുഖ്യമന്ത്രിക്ക് വലിയ സ്വീകരണം പ്രവർത്തകർ നൽകിയിരുന്നു. അന്ന് മട്ടന്നൂർ മുതൽ പിണറായി വരെ നീണ്ടുനിന്ന റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിനെയൊക്കെ വെല്ലുന്ന നിലയിൽ വലിയ ആൾക്കൂട്ടമാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ആ നിലയിൽ വലിയ ആവേശം LDF ക്യാമ്പിന് നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ വരവ്, മുഖ്യമന്ത്രിയുടെ ഈ പര്യടനം എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇപ്പോൾ ഇതാ റോഡ് ഷോ ഇവിടെ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. പെരളശ്ശേരിയിൽ നിന്നും റോഡ് ഷോ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 9 കേന്ദ്രങ്ങളിലാണ് സ്വീകരണമുള്ളത്. റോഡിന്റെ ഇരുവശവും ആളുകൾ വലിയ ആവേശപൂർവ്വം അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനൊക്കെ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ചേട്ടാ, എത്രമാത്രം ഉണ്ട് ആവേശം? അടിപൊളിയാണ്. മുഖ്യമന്ത്രിയുടെ വരവ് എത്ര ആവേശം നൽകുന്നുണ്ട്? പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തവണ ഭരണ തുടർച്ചയാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും പ്രതീക്ഷിക്കും. അപ്പോൾ ഇതാ ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുണ്ട്. ഇവിടെ കുറച്ചധികം ആളുകളുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂട്? അല്ല, എവിടെയാലും നിങ്ങളിലേക്ക് എത്തിയില്ലേ മുഖ്യമന്ത്രി? ഭരണ തുടർച്ചയാണോ? ഞമ്മക്ക് മുഖ്യമന്ത്രി തന്നെയുണ്ട്, വേറെ ആരും വരണ്ട. കാര്യമില്ല. ഇപ്പൊ നിന്നെ പോലത്തെ ആൾക്കാരൊന്നും കൊടുത്തു. ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു അയ്യപ്പന്റെ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവരുള്ളൊരു അയ്യപ്പന് പ്രശ്നമില്ല. ഇപ്പോഴും ഇവർക്ക് മറ്റേ എന്താ പറയണ്ടേ, ടിപ്പു സുൽത്താനും മറ്റവരെല്ലാം വന്നിനി. ഇത്ര കാലം ഇവർക്ക് ഉണ്ടായിട്ടില്ല ടിപ്പു ഒന്നും. അപ്പൊ എന്തായാലും ഭരണ തുടർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ അതിന്റെ ആത്മവിശ്വാസം? നമുക്കിപ്പോ ഈ വിശ്വാസം തന്നെ. എന്തെല്ലാം വന്ന് നാട്ടില് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? ആ പെൻഷനും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മളെ പെൻഷൻ ഇതുവരെ മുടങ്ങിയിട്ടില്ല. മുടങ്ങിയത് ഉമ്മൻചാണ്ടിയല്ലേ മുടക്കി. 18 മാസത്തെ പെൻഷൻ മുടക്കിയിട്ട് ആ പെൻഷൻ തേച്ച് ഒപ്പരം തന്നിട്ട് ഈ മാസത്തെ പെൻഷൻ വരെ നമ്മൾ വാങ്ങി തിന്നു. മേടിച്ചവരടക്കം പറയാം നമ്മൾ വാങ്ങി. എന്നിട്ട് നമ്മക്ക് ഇപ്പൊ ഒരു പരാതിയും പറയാനില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളിൽ വലിയ ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളൊക്കെ പറയുന്നത്. അതിന്റെ തുടർച്ചയിൽ ഒരു തുടർഭരണം അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കാണാനായി ഈ പര്യടനത്തിന് അഭിവാദ്യം അർപ്പിക്കാനായി, വാഹനജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനായാണ് വലിയ നിലയിൽ പ്രവർത്തകർ ഇപ്പോൾ റോഡിന്റെ ഇരുവശവുമായി ഒത്തുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് വാഹന പ്രചാരണ ജാഥ ഇവിടെ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. വലിയൊരു റോഡ് ഷോ ആയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഇത് ഏറ്റവും ഒടുവിൽ പിണറായിയിൽ അവസാനിക്കുന്നത്. വലിയ ആവേശം മുഖ്യമന്ത്രിയുടെ വരവ്, മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളൊക്കെ പ്രവർത്തകർക്ക് നൽകിയിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കാഴ്ചകളിലൊക്കെ കണ്ടതാണ്. എന്തായാലും നാളെയാണ് കൊട്ടിക്കലാശം. ഇപ്പോൾ ഇന്ന് വാഹനജാഥയ്ക്ക് ഈ വിധമുള്ള സ്വീകരണമാണെങ്കിൽ നാളെ എന്താണ് കണ്ണൂർ കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം കൂടിയുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ വലിയ ആവേശം പൊതുവിൽ കണ്ണൂർ ജനതയ്ക്ക് എല്ലാ കാലവും തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്നതാണ്. വലിയ ആവേശത്തോടു കൂടി ഓരോ തെരഞ്ഞെടുപ്പിനെയും സ്വീകരിക്കുന്ന രാഷ്ട്രീയ ഭൂമിക കൂടിയാണ് കണ്ണൂർ. അപ്പോൾ നാളെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ വാഹന പര്യടന ജാഥയ്ക്ക് ഇപ്പോൾ ഇവിടെ ആരംഭമായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇതിൽ അണിനിരന്നിട്ടുണ്ട്. അങ്ങനെ വലിയ ആവേശം ഏറ്റുവാങ്ങി, വലിയ സ്വീകരണം ഏറ്റുവാങ്ങി അതിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഈ വാഹന ജാഥ ഏറ്റവും ഒടുവിൽ പിണറായിയിൽ അവസാനിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളാണ് പ്രധാനമായും LDF ഇടതുമുന്നണി ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതിന്റെ തുടർച്ചയിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും LDF ഏറ്റവും പ്രാധാന്യം നൽകിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വരികയും ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അത് വലിയ ചർച്ചയാകുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ അതിന് കൃത്യമായ മറുപടി കൊടുത്തു തന്നെയാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനം ഈ സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് അവർ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്.
അത് കൃത്യമായി കൊടുക്കാനായത്, വികസനം എല്ലാ മേഖലകളിലേക്കും കൊണ്ടുവരാനായത്, റോഡുകളുടെ വികസനമായിക്കോട്ടെ, ആശുപത്രി, സ്കൂൾ കെട്ടിടങ്ങൾ, അപ്പോൾ ആ നിലയിൽ വലിയ വികസനം കേരളത്തിൽ എല്ലാ മേഖലകളിലും എത്തിക്കാനായി എന്ന വലിയ ആത്മവിശ്വാസം LDF-നുണ്ട്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് അവർ ജനങ്ങളെ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ തുടർച്ചയിലാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഈ സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാനത്തെ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി പുറത്തിറക്കിയിട്ടുള്ളത്. അങ്ങനെ 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കി അവസാനത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും പുറത്തിറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ 97% പൂർത്തിയാക്കിയാണ് ഈ LDF ഈ സർക്കാർ അടുത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നത് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ രണ്ടാം പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങൾ എന്താണോ അതിന്റെ തുടർച്ചയാണ് വീണ്ടും ഒരു പ്രകടന പത്രികയായി അവർ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെക്കുമ്പോൾ അവർ ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്ത കാര്യങ്ങളുടെ തുടർച്ച ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ LDF ഇടതുമുന്നണി ഏറ്റവും പ്രധാനമായി മുന്നിൽ വെക്കുന്ന വാഗ്ദാനം. അത് നമുക്ക് ആ പ്രകടന പത്രിക പരിശോധിച്ചാലും അറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ് അത് ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും ഇടത് ക്യാമ്പിന് വലിയ ആവേശം നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റോഡ് ഷോ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.